ഒക്ടോബർ അവസാന മാസം തിയേറ്ററിലെത്തിയ ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ നവംബർ 28-ാം തീയതി 5 ലാംഗ്വേജിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്നതിന്റെ OTT ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ദുൽഖർ സൽമാൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ചിത്രം പെട്ടെന്ന് തന്നെ OTT റിലീസാവുമ്പോൾ ആരാധകർക്ക് ചെറിയ നിരാശയും ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ പങ്കുവെക്കുന്നുണ്ട്. സിനിമ റിലീസായി ജസ്റ്റ് 1 മാസമല്ലേ ആവുന്നുള്ളൂ, എന്തിനാ എത്ര പെട്ടെന്ന് OTTയിൽ റിലീസാവുന്നത്? മികച്ച രീതിയിൽ കളക്ഷൻ ആണല്ലോ ഇന്നലെയും ചിത്രത്തിന് വന്നിരിക്കുന്നത് വേൾഡ് വൈഡ് നിന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചതിന്റെ ശേഷം OTT റിലീസ് ചെയ്താൽ പോരെ എന്നൊക്കെയാണ് ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ കമന്റ്സായി രേഖപ്പെടുത്തുന്നത്. ചില ആളുകൾ ഇത്തരത്തിലുള്ള കമന്റ്സും രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഹിന്ദി വേർഷനും കൂടെ തിയേറ്ററിൽ റിലീസ് ചെയ്യൂ, ഹിന്ദി വേർഷനും കൂടെ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ചിത്രത്തിന്റെ കളക്ഷൻ എന്തായാലും ഭീമമായിട്ടുള്ള വർധനവ് ഉണ്ടാകും എന്നൊക്കെയാണ് പല ആളുകളും അഭിപ്രായപ്പെടുന്നത്. ഇന്ന് 26ാമത്തെ ദിവസവും ചിത്രം തിയേറ്ററിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ചിത്രം എത്ര പെട്ടെന്ന് OTT റിലീസ് ആവാനുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നു റിലീസിന്റെ മുന്നേയുള്ള നെറ്റ്ഫ്ലിക്സുമായിട്ടുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചിത്രം ഇത്ര പെട്ടെന്ന് OTTയിൽ എത്തുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ചിത്രത്തിന്റെ ഹിന്ദി വേർഷനും തിയേറ്ററിൽ എത്താത്തതിന്റെ പ്രധാന കാരണം നെറ്റ്ഫ്ലിക്സുമായിട്ടുള്ള കരാറായിരിക്കാം. 30 കോടിയോളം രൂപ കൊടുത്തിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു ചിത്രത്തിന്റെ 5 ലാംഗ്വേജിലുള്ള OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ കരാർ വെച്ചിട്ടുണ്ടാവും ഈ ഒരു ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ ഒരിക്കലും തിയേറ്ററിൽ റിലീസ് ചെയ്യരുത്. നെറ്റ്ഫ്ലിക്സ് ഇത്തരത്തിലുള്ള ഒരു കരാർ വെക്കാനുള്ള പ്രധാന കാരണം അവർ 30 കോടിയൊക്കെ കൊടുത്ത് ചിത്രത്തിന്റെ റൈറ്റ്സ് വാങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ എല്ലാ ഏരിയയിലും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് സിനിമ OTTയിൽ റിലീസ് ആവുന്ന സമയത്ത് അവരുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് അടച്ചിട്ട് സിനിമ കാണാൻ ആളുണ്ടാവില്ല. അവർക്കും ഇതൊരു ബിസിനസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഹിന്ദി വേർഷൻ അവിടെ റിലീസ് ആവാതെ വെച്ചാൽ OTT റിലീസ് ആവുന്ന സമയത്ത് ഭീമമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ നെറ്റ്ഫ്ലിക്സിന് ലക്കി ഭാസ്കർ ചിത്രം വഴി കിട്ടുമെന്ന് തന്നെയാണ് അവരുടെ ഒരു പ്രതീക്ഷ. എന്നാൽ ചിത്രത്തിന്റെ OTT റിലീസിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നതിന് ശേഷം മികച്ച രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തിരികൊളുത്തിയിരിക്കുന്നു. DQ ആ ഒരു ഹിന്ദി വേർഷനും കൂടെ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ 180 കോടിയോളം രൂപ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം കിട്ടേണ്ട സിനിമയായിരുന്നു. ഇങ്ങനെയുള്ള ചൂടൻ ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ജസ്റ്റ് കമന്റ്.